അപ്പോൾ ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഓഡിറ്റിങ്ങിൽ ചെറിയൊരു പോർഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. വെരിഫിക്കേഷൻ, വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ, വൗച്ചിങ് ആൻഡ് അതിലൊരെണ്ണം കൂടെ വരുന്നത് വാല്യുവേഷൻ. ഈ 3 ടേംസ് തമ്മിലൊരു ഡിഫറൻസസ് വരുന്നൊരു ചാപ്റ്ററാണ്. നമ്മൾ ചാപ്റ്ററിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിങ്ങിൽ മോർ ദാൻ 8 or 9 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അത് എല്ലാതും കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പെട്ടെന്ന് എടുത്തു പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നത്തോടെ ക്ലാസ് കംപ്ലീറ്റ് ആവുക. ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ എക്സാമിന് ഒരുപാട് സമയമുണ്ട്. അതിനിടയിൽ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാം കേട്ടോ. ദെൻ അതിൽ ഫസ്റ്റ് നമുക്ക് വൗച്ചിങ് എന്താ പറയുക. വൗച്ചിങ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ഇതിൽ കാണുന്നുണ്ടോ വൗച്ചിങ്? ഞാൻ വായിച്ചുതരാം. Vouching is the act of checking or examining the entries made in the books of account with the supporting documentary evidence or vouchers. അതായത് ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷനെ വെരിഫൈ ചെയ്യുക വെദർ ഇറ്റ് ഈസ് കറക്റ്റ്ലി റെക്കോർഡഡ് ഓർ നോട്ട്. ആ കാര്യം നമ്മൾ പ്രോപ്പർലി ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചിട്ട് അതിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് വൗച്ചിങ്. അതിൽ വൗച്ചേഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. വൗച്ചേഴ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ട് വിചാരിക്കുന്നു. പ്രൈമറി വൗച്ചേഴ്സും പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതായിരുന്നു, കൊളാറ്ററൽ ഓർ സെക്കൻഡറി വൗച്ചേഴ്സ്. 2 വൗച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ അത്. ദെൻ അടുത്തതാണ് വെരിഫിക്കേഷൻ ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്. അതിൽ വെരിഫിക്കേഷൻ പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നോക്കുക. വെരിഫിക്കേഷൻ മീൻസ് പ്രൊവൈഡിങ് ദ ട്രൂത്ത് ഓർ കൺഫർമേഷൻ ഓഫ് ദി ട്രൂത്ത്. വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി മീൻസ് പ്രൊവൈഡിങ് ദ ട്രൂത്ത് അബൌട്ട് ദ എക്സിസ്റ്റൻസ് ആൻഡ് കറക്റ്റ്നെസ് ഓഫ് ദി മണി വാല്യൂ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സിൻ്റെയും ലയബിലിറ്റീൻ്റെയും മണി വാല്യൂവിലുള്ള കറക്റ്റ്നെസ് അല്ലെങ്കിൽ ട്രൂത്ത്നെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണിക്കുന്നതാണ് വെരിഫിക്കേഷനിൽ. വെരിഫിക്കേഷനിൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി, നമ്മളുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്ന അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി എത്രത്തോളം കറക്റ്റാണ്, എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിയിൽ ഉണ്ടാവുക. ദ നെക്സ്റ്റ് വൺ വാല്യുവേഷനിലാണെങ്കിൽ വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് മീൻസ് ഡിറ്റർമിനേഷൻ ഓഫ് ഓർ അസസ്മെൻറ്റ് ഓഫ് മണി വാല്യൂ അറ്റ് വിച്ച് ദ അസറ്റ്സ് ആർ ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. വാല്യൂ ചെയ്യുക, അല്ലെങ്കിൽ അസർട്ടൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് വാല്യുവേഷൻ ഓഫ് അസറ്റ്. However, in audit, it implies critical examination and testing of the determined values of the assets on the basis of generally accepted accounting principles. In short, it is the process of ensuring that the money value of the asset as shown in the balance sheet has been properly determined. എന്തിനാണ് നമ്മൾ പറഞ്ഞു, വെരിഫിക്കേഷനിൽ അത് എത്രത്തോളം ട്രൂത്താണ് അല്ലെങ്കിൽ കറക്റ്റാണ് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നുള്ളതാണ് വെരിഫിക്കേഷനിൽ കാണിക്കുക. വാല്യുവേഷനിൽ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ, നമ്മളെ ബാലൻസ് ഷീറ്റിലെ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീൻ്റെയും എക്സാക്റ്റ് വാല്യൂവിനെയാണ് കാണിക്കുക, വാല്യുവേഷനിൽ കാണിക്കുക. ദെൻ അടുത്ത് നമുക്ക് എപ്പോഴും ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, നമ്മളെ വെരിഫിക്കേഷനും വാല്യുവേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? മെയിൻ ഡിഫറൻസ് പറയുന്നത് വെരിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് വാല്യുവേഷൻ ഓൾസോ. വാല്യുവേഷൻ ഈസ് എ പാർട്ട് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ വാല്യുവേഷൻ ഇൻക്ലൂഡഡ് ആണ്. ശരിയല്ലേ? കറക്റ്റാണോ അല്ലേ നോക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി അതിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് നോക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് തന്നെ വാല്യുവേഷൻ്റെ ഒരു പാർട്ട് വെരിഫിക്കേഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ് വാല്യുവേഷൻ. ആൻഡ് വാല്യുവേഷൻ ഇസ് എ പാർട്ട് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്. ദെൻ സെക്കൻഡ് വണ്ണിൽ പറയുന്നത് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് കംസ് ഇൻ ബിഫോർ ദി വാല്യുവേഷൻ ഓഫ് അസറ്റ്, ബട്ട് വാല്യുവേഷൻ ഓഫ് അസറ്റ് ഫോളോസ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്. എങ്ങനെയാണ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ഉണ്ടാവുന്നത്? ബിഫോർ വാല്യുവേഷൻ ഓഫ് അസറ്റ് ആണ്, ബട്ട് വാല്യുവേഷൻ ഓഫ് അസറ്റ് ഫോളോസ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ്. എങ്ങനെയാണ് പറയണത്? നമ്മൾ വെരിഫിക്കേഷനിൽ നമ്മളത് കറക്റ്റാണോ അല്ലേ നോക്കുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഓൾറെഡി അതിൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് ഒബ്വിയസ്ലി വെരിഫിക്കേഷനാണ്, ദെൻ വാല്യുവേഷൻ. ദ റെസ്പോൺസിബിലിറ്റീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ദ കേസ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ദ ഓഡിറ്റർ ഈസ് എൻറ്റയർലി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക്. ഓഡിറ്ററാണ് വെരിഫിക്കേഷൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ്ലി റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാല്യുവേഷൻ ഓഫ് അസറ്റ് ഡൺ ബൈ ഓണേഴ്സ്, ദ ഓഡിറ്റേഴ്സ് മിയർലി ensure that the value of assets shown in the balance sheet are correct. നമ്മൾ
വെരിഫിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓഡിറ്റർക്കാണ് ഉണ്ടാവുക. ബട്ട് ഇൻ കേസ് ഓഫ് വാലുവേഷൻ ആണെങ്കിൽ മിയർലി അതിനൊരു അതോറിറ്റിയായി നിൽക്കുക മാത്രമേ ചെയ്യുള്ളൂ ഓഡിറ്റർ. കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക ഓണർക്കായിരിക്കും. ദെൻ ഫോർത്ത് വൺ പറയുന്നത് ഗ്യാരണ്ടി. ഇൻ ദ കേസ് ഓഫ് വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ദ ഓഡിറ്റർ ഗിവ് ഗ്യാരണ്ടി ദാറ്റ് ദ അസറ്റ് ഹാവ് ബീൻ പ്രോപ്പർലി വെരിഫൈഡ്. വെരിഫിക്കേഷനിൽ ആക്ച്വലി എന്താണ് ഒരു ഗ്യാരണ്ടി ആണല്ലേ, ട്രൂത്ത്ഫുള്ളാണ്, ഇത് കാണിച്ചേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുള്ള ഒരു ഗ്യാരണ്ടി ആണ് എന്ത് നമ്മൾ വെരിഫിക്കേഷനിൽ. ബട്ട് ഇൻ ദ കേസ് ഓഫ് വാലുവേഷൻ ഓഫ് അസറ്റ് ഹി ഡസ് നോട്ട് ഗിവ് എനി ഗ്യാരണ്ടി. വാലുവേഷനിൽ പക്ഷേ അങ്ങനെ ഗ്യാരണ്ടി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഒരു അഷ്വറൻസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. വെരിഫിക്കേഷനിൽ ഒരു അഷ്വറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് വൺ, വെരിഫിക്കേഷൻ ഓഫ് അസറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ആൻ ഓഡിറ്റർ ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ ഇൻസ്പെക്ഷൻ ആസ് വെൽ ആസ് ഡോക്യുമെൻ്ററി എവിഡൻസ്. വെരിഫിക്കേഷൻ നമുക്ക് ഡോക്യുമെൻ്ററി എവിഡൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ ഇൻസ്പെക്ഷനിലൂടെയും കണ്ടുപിടിക്കാൻ പറ്റും, മീൻസ് വെരിഫൈ ചെയ്യേണ്ടി വരും അല്ലേ. ബട്ട് ഫോർ ദ വാലുവേഷൻ ഓഫ് അസറ്റ് ഹി ഡിപ്പെൻഡ് അപ്പോൺ എസ്റ്റിമേറ്റ്സ് ഓഫ് ദി പ്രൊപ്പറേറ്റർ എത്രയാണെന്നാണോ പറയുന്നത്, എത്രയാണെന്ന് വാല്യൂ പറയുന്നത് വെച്ചാൽ അതാണ് നമ്മൾ വാല്യൂ ചെയ്യുക. അപ്പോൾ ദ ഡസൻ മീൻ അല്ലെങ്കിൽ ഡസൻ ഹാവ് ഈസ് എ ചാൻസ് ഫോർ എന്ത് ഫിസിക്കൽ ഇൻസ്പെക്ഷനോ ഡോക്യുമെൻ്ററി എവിഡൻസിനൊന്നും വാല്യുവേഷൻ ഓഫ് അസറ്റിൽ ചാൻസസ് ഇല്ല. ബട്ട് ഡിപ്പെൻഡ് പ്യുവർലി അപ്പോൺ ദി എസ്റ്റിമേറ്റ്സ് ഓഫ് ദി ഓണർ ഓഫ് ദി പ്രൊപ്പറേറ്റർ. ഇത്രയും കാര്യങ്ങളാട്ടോ പറയാനുള്ളത്. പിന്നെ എന്താണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്റർ, അതാട്ടോ അടുത്തത്. ഞാൻ അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിൽ ഫോട്ടോ അയക്കാം കേട്ടോ. അപ്പോയിൻമെൻറ്റ് ഓഫ് ഓഡിറ്ററിൽ പറയണത് ഫസ്റ്റ് ഓഡിറ്റർ എന്നാ കേട്ടോ. ഒരു ഓഡിറ്ററിൻ്റെ ഒരു കാറ്റഗറിയാണ് ഫസ്റ്റ് ഓഡിറ്റർ ഉണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ഉണ്ട്, വുമൺ ഓഡിറ്റർ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റർ എന്നാൽ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ ദ മന്ത് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ദി കമ്പനി ഫോം ചെയ്ത് വിത്തിൻ 1 മന്തിൻ്റെ ഉള്ളിൽ തന്നെ അവർ കമ്പനി ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആളാണ് എന്ത് ഫസ്റ്റ് ഓഡിറ്റർ കേട്ടോ. ഇത് മിക്കവാറും ഈ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും. ദ ഫസ്റ്റ് ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിൽ ഹോൾഡ് ഓഫീസ് ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ദി ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഇപ്പോൾ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിൽ ദ കംപ്ലീഷൻ ഓഫ് ദ പർട്ടിക്കുലർ പീരീഡ്, ആ ഒരു നെക്സ്റ്റ് ജനറൽ ബോഡി വരെയുള്ള ഒരു പീരീഡ് കംപ്ലീറ്റ് ഈ ഫസ്റ്റ് ഓഡിറ്റർ ആയിരിക്കും അവിടുത്തെ ഓഡിറ്റർ. ദെൻ അടുത്ത കാറ്റഗറി ഓഫ് ഓഡിറ്ററാണ് സബ്സീക്വൻറ്റ് ഓഡിറ്റർ. അതിൽ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട് സബ്സീക്വൻറ്റ്. ഫസ്റ്റ് ഓഡിറ്റർ കഴിഞ്ഞിട്ട് വരുന്ന ഓഡിറ്ററാണ് സബ്സീക്വൻറ്റ് ഓഡിറ്റർ. എവറി സബ്സീക്വൻറ്റ് ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് എവറി ഇയർ അറ്റ് എവറി ആനുവൽ ജനറൽ മീറ്റിംഗ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. സബ്സീക്വൻറ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും കേട്ടോ. ദെൻ അതിൻ്റെ നോട്ട്സ് ഞാൻ ഷെയർ ചെയ്യാം, അപ്പോൾ നിങ്ങൾ ആ നോട്ട്സുകൾ വായിച്ച് നോക്കണേ. പിന്നെ മെയിനായിട്ടുള്ളത് ഇപ്പം ഓവറോളായിട്ടാണ് പറയണത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പഠിക്കുക, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ മാത്രമല്ല ഞാൻ ഇനി പറഞ്ഞില്ല PDF-ൻ്റെ കാര്യം, അപ്പോൾ അത് പക്ക ഷോർട്ടാണ്. അത് നിങ്ങളുടെ ഓഡിറ്റിങ്ങിൻ്റെ ഹോൾ ടെക്സ്റ്റിൻ്റെ ഒരു ഷോർട്ടാണ്. അപ്പോൾ അത് ഞാൻ എക്സാമിന് മുന്നേ ആയിട്ടൊരു ദിവസം, അത് ഈ വീക്കിൽ തന്നെ ഒരു ദിവസം എന്ത് ചെയ്യുക, അതിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അതായത് ആ ഷോർട്ട് നോട്ട്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് നോട്ട്സ് പറ്റുന്നവരൊക്കെ പ്രിൻ്റ് എടുക്കും കേട്ടോ. പ്രിൻ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ഫോണിൽ നോക്കി പഠിക്കുന്ന എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പറ്റുന്ന ആൾക്കാർ പ്രിൻ്റ് എടുക്കാൻ നോക്കും കേട്ടോ. ഞാൻ എന്തായാലും അത് PDF പോലെ അയക്കാൻ ട്രൈ ചെയ്യാം.